പക്ഷെ എന്റെ വരികളിൽ പതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ പാട്ടുകളൊന്ന് കേട്ടു നോക്കുക. ഹേമന്ത കഥയാ. വെടികൊണ്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയെ നീറും കഥകൾ, കാൽപന്ത് കളിക്കുന്ന കളത്തില് പല ഷെല്ല് പതിക്കുന്ന കഥകൾ, പല തലമുറകളായി വളർന്ന മണ്ണില് തരം കെട്ടുപോയ കഥകൾ. കഥകള് ഓ കഥകള് കഥകള്. വാപ്പാന്റെ മാറില് ഉമ്മാന്റെ ചൂരില് മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരില്. ഇതിനകത്ത് ഞാനൊരു വരി എഴുതിണ്ടേ. അതിങ്ങനെയാണ്: എൻ്റെ ഇടത് കൈയിലെ ഒലിവിൻ്റെ ചില്ല വീണുപോയല്ലോ, എൻ്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? യാസർ അറാഫത്ത് UN-ന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിൻ്റെ ചില്ലയും എൻ്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിൻ്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. ഹേമന്തേ